എന്റെ വീട്ടിനകത്ത് കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. മാധ്യമപ്രവർത്തകരോട് എന്താണ് ഇത്ര രോഷം ജി സുധാകരന്? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ദിവസം മാധ്യമപ്രവർത്തകർ എത്തിയ സന്ദർഭമാണ് ശ്രദ്ധിക്കേണ്ടത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചർച്ചയ്ക്കായി ജി സുധാകരന്റെ വീട്ടിലുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ ഞാൻ തേടിയിട്ടില്ല. UDF നേതാക്കളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. UDF പിന്തുണ തേടിയിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ജി സുധാകരൻ. അത് പൊളിഞ്ഞു വീണു. അതിൽ വലിയ രോഷമുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ കുത്തി ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ദേഷ്യം വരുന്നു, യഥാർത്ഥ മുഖം പുറത്തു വരുന്നു ജി സുധാകരന്റെ. അതാണ് വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. കാണുക ജി സുധാകരന്റെ വാർത്താ സമ്മേളനം. നിങ്ങൾ ഈ തെറ്റ് നിങ്ങളെ എന്റെ വീട്ടിനകത്ത് കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. ഇന്നിപ്പോ കയറാം, എനിക്ക് പറയാനുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയാളില്ല പറയും. ആരും അറിഞ്ഞില്ല. അല്ല പറഞ്ഞു, നിങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് സർവ്വസ്വാതന്ത്ര്യമൊന്നുമില്ല. നിങ്ങളെ എന്റെ വീട്ടിൽ എന്റെ അനുവാദമില്ലാതെ വന്ന് ഞങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇവിടെ വന്നത് കേൾക്കാൻ പാടില്ല. എന്റെ വീട്ടിൽ വരാൻ പാടില്ല എന്ന് അനുവാദമില്ല. അതെ ഇല്ല, നിങ്ങൾ വരാൻ പാടില്ല. നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇനി ഇവിടെ വരുമല്ലോ, അങ്ങനെ വരുമല്ലേ, ഇനിയും വരുമല്ലേ? അല്ലല്ല, നിങ്ങൾ ഒരാൾ സംസാരിക്കാം. ജി സുധാകരൻ ആയതുകൊണ്ടാണല്ലോ ഞാനിപ്പോ സംസാരിച്ചത്. എനിക്ക് സംസാരിക്കാനുള്ള സമയത്ത് ചൂടാവുന്ന നിങ്ങളാണ്. ആദ്യം അവരെ നിങ്ങളെ ജേർണലിസം പഠിപ്പിക്കുക. ആദ്യം പഠിപ്പിക്കുക. സാറൊന്നും പറയണ്ട, നിങ്ങൾ കാണിച്ച തെറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇവരിങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ. ഇത്ര തോന്നിവാസം ഞാൻ വിളിച്ച ഫോൺ എടുക്കാൻ. നിങ്ങൾ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ്. ഞാൻ ഫോൺ എടുക്കത്തില്ലല്ലോ. ഞാനോ നിങ്ങൾ വിളിച്ചപ്പോ എടുത്തില്ല. ഞാൻ ചിലപ്പോൾ ബാത്റൂമിൽ നടക്കണോ? നിങ്ങൾ വന്ന തെറ്റാണ് നിങ്ങൾ ബോധ്യപ്പെട്ടോ? വേറെ എങ്ങും പോയി ആവർത്തിക്കരുത്. ഞാനായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ മാധ്യമങ്ങളുടെ പേരിലൊന്നും പറയണ്ട. എന്തെങ്കിലും കാണേണ്ടവർ വന്നോളൂ. ഞാൻ അനുവാദത്തോട് വന്നോളൂ. തർക്കത്തിന് തന്നെ പോവും. അല്ല പറയട്ടെ, ഇലക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇലക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങളുള്ള കാര്യം റിപ്പോർട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? നിങ്ങളിവിടെ അജണ്ടയായിട്ട് വന്ന 2-3 പേരുണ്ട്. അല്ല ആയിക്കോട്ടെ, അജണ്ട ആയിക്കോട്ടെ. ഉണ്ടായാലും ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. അവര് പറയുന്നത് രാഷ്ട്രീയമാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിനും നമ്മളൊരു പ്രൊപ്പറേറ്റ് കിട്ടും. ആ പ്രൊപ്പറേറ്റ് പാലിച്ചാൽ യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്ക് വന്നു. എന്താ 10 പേരുമായിട്ടാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ സംസാരിക്കണ്ട. നിങ്ങളെ പറ്റിയാണ് ആക്ഷേപം. ഞാൻ നിങ്ങളുടെ ഏഷ്യാനെറ്റിന് വേണമെങ്കിൽ പരാതി ഞാൻ അയക്കുന്നില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. നിങ്ങളുടെ തൊഴിൽ കളയാൻ എടുക്കണ്ട. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അല്ലല്ല, നിങ്ങൾ പിന്നെയും ന്യായീകരിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ പാടില്ല. ഒറ്റയ്ക്ക് നിങ്ങൾ വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഫോൺ വിളിച്ച് പറയാം. അല്ല ഇവിടെ വന്ന് ബെല്ലടില്ല. തൊഴിലിന്റെ ഭാഗമല്ല, അഹങ്കാരത്തിന്റെ ഭാഗം. തൊഴിലിന്റെ ഭാഗമല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. രാഷ്ട്രീയ നേതാവിന്റെ എപ്പോഴില്ല. അല്ല എല്ലാം ആലോചിച്ചാൽ മനസ്സിലായി. 2-3 പേര് ആലോചിച്ച് പറഞ്ഞു. ഇത് വെറുതെയാണ്. എന്റെ പ്രതികരണം അവർ ചോദിച്ചില്ല. അവരതിനല്ല വന്നത്.